നമ്മളൊരു കാര്യത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമ്മളൊരു കാര്യത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ഒരാളുടെ ശരി വേറൊരാൾക്ക് തെറ്റാകുന്നത് അല്ലേ. അപ്പം എനിക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കുന്നു, വേറൊരാൾക്ക് അത് ശരിയാകണം എന്ന് കൂടിയില്ല. റൈറ്റ് തിങ്സ് പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് റീച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. പല സമയത്തും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഇപ്പം ഏത് മേഖലയിലും ഞാൻ ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു മെൻറ്റർ, അങ്ങനെ ലൈഫ് കോച്ചിങ്ങിൽ ഞാൻ പഠിച്ചുവെങ്കിലും എന്നെ ഒരു ലൈഫിലൊരു മെൻറ്ററിങ് തരിക അങ്ങനെ ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് പിന്നെ ലേറ്റർ ഞാൻ ഒത്തിരി കോച്ചുമാർ ഇപ്പോഴും മെൻറ്ററിങ് എടുക്കുന്നുണ്ട്. ബട്ട് ഇനീഷ്യൽ സ്റ്റേജ് ഞാൻ കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏത് ഏരിയയിലും നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്കോ വളരെ റൈറ്റ് നോളജ്, റൈറ്റ് ആയിട്ടുള്ള, ഇപ്പം നമുക്ക് ഹൗ ടു ഗെറ്റ് ദാറ്റ് ഇനോ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ വിത്തിൻ എ ഈസി ടൈം, ഈസി വേ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് നോളജാണ് ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഡീപ്പർ ലെവൽ ആണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഞാൻ ആദ്യം സെഷനിലേക്ക് പോവാണ്. സോ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്നത് ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ഉൾനാടൻ ഗ്രാമം, കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കുറേ ആടുകളെ മേയ്ക്കലായിരുന്നു ഇവരുടെ പണി. ആടുകളെ വളർത്തി ഉപജീവന മാർഗം തേടുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഇവരുടെ ഒരു ഷെഡിൽ ആടുകളെ കെട്ടി എല്ലാ ദിവസവും. ഒരു പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അത് കവേർഡാണ്. അപ്പോൾ ഇവർ എല്ലാ ദിവസവും വിചാരിക്കും ഇതിനകത്ത് ലൈറ്റില്ല. അവിടെ ലൈറ്റൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്, പക്ഷെ രാത്രിയാകുമ്പോൾ ലൈറ്റില്ല. എല്ലാ ഈവനിങ്ങിലും ഇവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തിട്ടും ഇതിനകത്ത് കുറച്ച് വെട്ടം കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെ പറയാറുണ്ട്. വലിയ ലാമ്പ് വാങ്ങി, ബൾബ് ചേഞ്ച് ചെയ്ത് നോക്കി, ദെൻ മിറർ കൊണ്ടുവച്ച് നോക്കി. അവിടെ ഇവിടെയൊക്കെ മിററിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കിട്ടുമോ, ഈ ഡാർക്ക്നെസ് മാറി കിട്ടുമോ എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷെ ഒന്നും വർക്ക് ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം അവർ ഈ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു. അതായത് അവിടെ ഏതെങ്കിലുമൊക്കെ ഈ ആ, കേടായ ബൾബൊക്കെ മാറ്റി അതിനൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത്, ബ്രോക്കൺ പീസസ് ഒക്കെ മാറ്റിയിട്ട് ഫിക്സ് ചെയ്ത് സ്വിച്ചൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പഴയ ബിൽഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, വിളിച്ചു വരുത്തി. അപ്പോൾ അയാൾ ഇതിനകത്തൂടെ, ആ ഷെഡിനകത്തൂടെ ഇങ്ങനെ നടന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ലൈറ്റ് വേണമെന്ന് ഇത്രയും വാശി പിടിക്കുന്നത്, എന്തിനാണ്? കുറച്ച് ലൈറ്റ് കിട്ടുന്നുണ്ടല്ലോ, ഇത്രയും ലൈറ്റ് പോരെ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രകാശം? ആ സ്ത്രീ പറഞ്ഞു, ബിക്കോസ് ഇറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഡാർക്ക്നെസ് മീൻസ് സംതിങ് ഈസ് മിസ്സിങ്. എനിക്ക് എന്തോ എന്തോ എനിക്ക് മിസ് ചെയ്യുന്ന പോലെ, ഒരു ഡാർക്ക്നെസ് വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പം എനിക്ക് എന്തോ മിസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ട ഉടനെ ഈ വ്യക്തി കുറച്ച് ഓൾഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഈ കറ അതായത് ഈ റിപ്പയറിന് വന്നത്. അയാൾ ഇതിൻ്റെ റൂഫിലൊക്കെ നോക്കി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് വളരെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്. വർഷങ്ങൾക്ക് മുമ്പേ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു റിമൂവ് ദ ഗ്ലാസ് ആൻഡ് ഓൾ. അങ്ങനെ അവർ പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, അയാൾ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബിൽഡ് ചെയ്ത റൂഫാണല്ലോ, അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ ഇറ്റ് ഈസ് വെരി സ്ട്രോങ്, വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്നിട്ട് ഒരു കോർണറിൽ പോയിട്ട് ഒരു സ്ക്വയർ സ്പേസിൽ റൂഫ് ഇളക്കി മാറ്റി. അപ്പോൾ ഇത് ചെയ്യുന്നത് രാത്രിയാണ്, വലിയ വെട്ടമൊന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഈ ലേഡി പറഞ്ഞു, വലിയ പ്രകാശമൊന്നും വന്നില്ലല്ലോ, ആം, പിന്നെ ഇങ്ങനെ കുറച്ച് വലിയ പ്രകാശം അതുകൊണ്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹം സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, ദ പ്രോബ്ലം ഈസ് നോട്ട് ദ ലൈറ്റ്, പ്രകാശത്തിൻ്റെ, ദ പ്രോബ്ലം ഈസ് ദ സ്കൈ കനോട്ട് റീച്ച് യു. ആ പ്രകാശം വരുന്ന ഒരു സ്ഥലം നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല, കാരണം ഇത് സീൽഡ് ആണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. പ്രകാശത്തിൻ്റെ അല്ല പ്രശ്നം, ആ പ്രകാശം വരുന്ന ഇടം നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ദെൻ ഈ ഒരു ഏരിയ കുറച്ച് നേരം കഴിഞ്ഞ് ജസ്റ്റ് വെയിറ്റ് അലോ ദ ലൈറ്റ് ടു ഇൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. കുറേ നേരം ഈ ലേഡി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ വരുന്നു. ദെൻ പതുക്കെ പതുക്കെ ആ റൂമിനകത്തേക്ക് ലൈറ്റ് വരുന്നു. സ്ലോലി ഡാർക്ക്നെസ് ഈസ് നോ ലോങ്ങർ ഫെൽറ്റ്. അവിടെ അവർക്ക് തോന്നിയില്ല. പിന്നെ ഒരിക്കൽ പോലും ആ ലേഡി പുതിയ ലാമ്പ് കേടാക്കി വെച്ചിട്ടില്ല, പുതിയ ലൈറ്റ് വെച്ചിട്ടില്ല, ബൾബ് വെച്ചിട്ടില്ല.
See, most people think manifestation means bring more light into my life. എൻ്റെ ജീവിതത്തിലെ കുറേയധികം പ്രകാശം വരുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പലരും വിചാരിക്കുന്നത്. യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിമൂവ് വാട്ട് ബ്ലോക്ക് ലൈഫ് ഫ്രം റീച്ചിങ് മീ. അതായത് നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടുന്ന കാര്യങ്ങൾ എത്തുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നതിന് റിമൂവ് ചെയ്യലാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ. ദിസ് ഈസ് ദ ഗോൾഡൻ ട്രൂത്ത്. നമ്മൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മെസ്റ്റപ്പ് ആകുന്നു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു, അഫർമേഷൻ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ 555, 111, 111, 999, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ഓൾ ദ ബ്ലോക്ക്. ആ പീസ് ഓഫ് റൂഫ് മാറ്റിയപ്പോൾ ഇവഞ്ച്വലി നക്ഷത്രങ്ങൾ വന്നു, ആകാശത്തിലുള്ള പ്രകാശം നമ്മളിലേക്ക് ആ റൂമിലേക്ക് വന്നതുപോലെ. മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് അട്രാക്ഷൻ, അട്രാക്ട് ചെയ്യുന്നതല്ല, ബട്ട് ഇറ്റ് ഈസ് പെർമിഷൻ ടു അലോ, പെർമിഷൻ ടു റീച്ച് അസ്. നമ്മളിലേക്ക് അത് വരാൻ നമ്മൾ എന്താ പറയുക, അലോ ചെയ്യണം. അപ്പം ഇന്ന് ഞാനൊരു 7 പ്രിൻസിപ്പിൾസാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്നത്. 7 പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. ആ 7 പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. റെഡി അല്ലേ? റെഡി? നിങ്ങളുടെ മൈൻഡിൽ, യെസ്, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇമോഷൻ ചാറ്റ് ബോക്സിൽ ഇടാമോ? ഒരു ഇമോഷൻ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇമോഷൻ ചാറ്റ് ബോക്സിൽ ഇടാമോ? 1 ഇമോഷൻ, ഹാപ്പി. താങ്ക് യു പ്രിയ. ഓക്കെ, ചെക്കിയുടെ ഹാപ്പിനെസ്, കാം, വിശ്വലക്ഷ്മി, സൂപ്പർ. ക്യൂരിയസ്, ജോയ്, നൈസ്, സോ സൂപ്പർ. ഓക്കെ, എക്സൈറ്റ്മെന്റ്, happy, calm, happy. Super. Thank you so much for sharing your emotions right now. Emotion is very, very important. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഫെയിൽസ് വെൻ ദ ഡൂവർ ഈസ് ആക്റ്റീവ്. ഡൂവർ, നമ്മളെല്ലാവരുടെ ഉള്ളിലൊരു ഡൂവർ ഉണ്ട്. ഡൂവർ, ഞാൻ അത് ചെയ്യണം, ഐ ആം ഡൂയിങ് ദിസ് ടു ഗെറ്റ് ദാറ്റ്. അത് കിട്ടണമെങ്കിൽ ഞാൻ 1111 ചെയ്യണം. അത് കിട്ടണമെങ്കിൽ ഞാൻ 555 ചെയ്യണം. അത് കിട്ടണമെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു ഈ വാട്ടർ ഞാൻ കുടിക്കണം. മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ടേ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പാടൂ. ഡൂവർ. ഈ ഡൂവർ ആക്റ്റീവ് ആണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആകും. നമ്മളെല്ലാവരും പറയില്ലേ, നമ്മളുടെ നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മാനിഫെസ്റ്റേഷൻ ഡൂവറിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡൂവർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഐ മസ്റ്റ് മേക്ക് ദിസ് ഹാപ്പൻ. ഞാൻ വളരെ പോസിറ്റീവ് ആയിരുന്നാലേ മാനിഫെസ്റ്റേഷൻ വരക്കുള്ളൂ. അതാണ് ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യും. ഞാൻ ബ്ലെയിമിംഗ് ഒന്നും ഇല്ലാതിരുന്നാലേ മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ. ഞാൻ നെഗറ്റീവ് ആളുകളുടെ അടുത്ത് പോകാതിരുന്നാലേ മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ. ഐ ഹാവ് ടു വർക്ക് ഹാർഡർ. മാനിഫെസ്റ്റേഷൻ നോട്ട് ഇറ്റ് സെൽഫ് ഞാൻ ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കണം. ഞാനിത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല. എനിക്ക് ദേഷ്യം വരുന്നത്, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഐ നീഡ് ദിസ് ഫീൽ സെക്യൂർ, അല്ലെങ്കിൽ വർത്തിയാകണം, അല്ലെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ എനിക്കത് ലഭിക്കുകയുള്ളൂ. ഇത് നമുക്ക് പ്രഷറും ഫിയറും ടെൻഷനും തരും. ഈ ഒരു തോട്ട്സ് നമ്മുടെ ഉള്ളിലാണ് വരിക. പ്രൈമ ഫേസിൽ കാണാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ ഞാൻ നന്നായിട്ട് പോകണം. നമ്മുടെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് മങ്കി മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. മങ്കി മൈൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ട്രൈ ടു ഹോൾഡ് കോക്കനട്ട് ഫ്രം ദ ഷെൽ ഓൾവേസ്. ഇതിനകത്തിരിക്കുന്ന കയ്യിൽ എന്താ പറയണ്ട, ഈ കുടത്തിനകത്ത് കൈയിട്ട മങ്കിയെ പോലെയാണ്. ഇത് വിടാതെ ഞാൻ ഇത് വിടൂല്ല, പക്ഷെ പുറത്തുള്ളതൊക്കെ എനിക്ക് വേണം. ഇത് വിട്ടേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഈ നട്ട്സ് ഇത് പിടി വിട്ടാലാണ് നമുക്ക് വേറെ വലിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക. ഈ പിടി വിടത്തില്ല. ഇത് നമ്മൾ ഇങ്ങനെ വർഷങ്ങളായി പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡുവർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവില്ല. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് പ്രശ്നമാണല്ലോ നമ്മൾ വിചാരിക്കും. ബട്ട് ഇറ്റ്സ് വെരി ഈസി, വെരി ബ്യൂട്ടിഫുൾ. ഈ ഡ്യുവർ മൈൻഡ് സെറ്റിൽ ടെൻഷൻ വരും, ഫിയർ വരും, നമുക്ക് പ്രഷർ ഉണ്ടാവും. വാട്ട് ഈസ് ദ ഡ്യുവർ ഐഡന്റിറ്റി? ഡ്യുവർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഡ്യുവർ ഈസ് ദ പാർട്ട് ഓഫ് അസ് ടു ബിലീവ് അസ്. നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മളുടെ തന്നെ ഒരു പാർട്ട് വിശ്വസിക്കുകയാണ്, എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ മീ.
യുവർ മൈൻഡ് സെറ്റ് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ആക്റ്റീവ് ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യാനുള്ളത് എൻ്റേതാണ്, എനിക്ക് ഇത് ഞാൻ അതങ്ങനെ ഞാൻ അങ്ങനെ എന്നെ സേഫ് ഗാർഡ് ചെയ്യണം, ഞാൻ അങ്ങനെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഞാൻ അങ്ങനെ എനർജീനെ എൻ്റെ എനർജീനെ ഞാൻ ആ രീതിയിൽ ചെയ്യണം. ഇത് ആക്ച്വലി ഈ എഫേർട്ട് എല്ലാം വരുന്നില്ല, എപ്പോഴും മനസ്സിലാക്കുക എഫേർട്ട് വരുന്ന ലാക്കിൽ നിന്നാണ്. ലാക്ക്നെസ്. എനിക്കില്ലാത്തത് ഉണ്ടാക്കുന്നതാണ് എഫേർട്ട്. എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പോസിറ്റീവ് അല്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതില്ലാത്തത് കൊണ്ട് ഞാൻ എഫേർട്ട് ഇട്ട് പോസിറ്റീവ് ആകുന്നു. അവിടെ ഒരു ലാക്ക്നെസ് ഇല്ലേ? അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന എന്താണ്? എനിക്കതില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ആ എഫേർട്ട് എവിടെ ഇടുന്നോ അവിടെ ലാക്ക്നെസ് ഉണ്ട്. എഫേർട്ട് ഇടുന്നിടത്തല്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്ച്വലി എഫേർട്ട് വരുന്നത് ലാക്ക്നെസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാക്ക്നെസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നെർവസ് സിസ്റ്റം എല്ലാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് പോകും. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ഇത് പോകുമ്പോഴേക്കും നമുക്ക് അഡ്രിനാലിനും കോർട്ടിസോളും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചുകൂടെ ഒരു കാമായിരിക്കുന്ന അവസ്ഥയിൽ ആക്ടിങ് വിത്തൗട്ട് ഇമോഷണൽ പ്രഷർ. ഒരു ഇമോഷണലി പ്രഷർ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ കഴിയണം. ആക്ടിങ് വിത്തൗട്ട് പ്രൂവിങ് യുവർ സെൽഫ്. എന്നെ അത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട. നമ്മൾ അതായത് അതായത് പ്രൂവ് ചെയ്യാനല്ല, ഞാൻ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ഐഡൻറ്റിറ്റി ആ അവസ്ഥയിലേക്ക് ഞാൻ മാറുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക അല്ല, മാനിഫെസ്റ്റർ ആകുകയാണ്. വെൻ ഇറ്റ് കംസ് ടു ഐഡൻറ്റിറ്റി, യു ഡോണ്ട് ട്രൈ ടു ബി മാനിഫെസ്റ്റ് തിങ്സ്, യു ഷുഡ് ബി എ മാനിഫെസ്റ്റർ. ആ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ പോകണം. ആ ഐഡൻറ്റിറ്റിയിലേക്ക് ആ ലെവലിലേക്ക് നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. മൈൻഡ് കാമായുള്ള ഗുണം എന്താണ്? ഇൻഡ്യൂഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. ടൈമിങ് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഷോർട്ട് പീരീഡിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് സപ്പോർട്ടുകൾ നമുക്ക് വരും. കാരണം നമ്മൾ വളരെ കാമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ, പ്രഷർ ഇല്ലാത്ത, ഫിയർ ഇല്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത, സ്ട്രെസ് ഇല്ലാത്ത. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും. നമ്മൾ തന്നെ വിചാരിക്കുന്നത് എനിക്ക് ഉറക്കം കുറവാണോ, എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കുകയാണെന്ന് വയ്ക്കുക. എനിക്കിന്ന് നന്നായിട്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് എല്ലാത്തിനും മെമ്മറി എൻഹാൻസ് ചെയ്യാൻ, ഹെൽത്ത് നന്നാകാൻ, സൗന്ദര്യം കൂടാൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടാൻ ഉറക്കം നല്ലതാണ്. ഇതെല്ലാത്തിനും ഉറക്കം നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് എനിക്ക് എന്തായാലും 8 മണിക്കൂർ ഉറങ്ങണം. എനിക്ക് നോർമലി ഉറക്കം കുറവാണ്. 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി നമ്മളൊരു ശ്രമം നടത്തി നോക്കിയാൽ, നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദാറ്റ് ഗുഡ് സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ് കിട്ടില്ല. അതാണ് എഫേർട്ട് ഇടുമ്പോഴുള്ള പ്രശ്നം. എഫേർട്ട് ഇടുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ദ ഹാർഡർ ഇറ്റ് ബിക്കം. നമ്മൾ എത്ര ട്രൈ ചെയ്യുമ്പോൾ, എഫേർട്ട് ഇടുമ്പോൾ അത് ഹാർഡർ ആവും. വെൻ യു റിലാക്സ് ആൻഡ് സ്റ്റോപ്പ് ഫോഴ്സിങ്, വളരെ റിലാക്സ് ചെയ്ത് നമ്മളൊരു PMR ഒക്കെ കൊടുത്ത് കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ സ്ലീപ്സ് കംസ് നാച്ചുറലി. മാനിഫെസ്റ്റേഷൻ വർക്ക്സ് ദ സെയിം വേ. നമ്മൾ ആ ഒരു നാച്ചുറൽ, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി, മൈൻഡ് ആൻഡ് നമ്മളുടേതായ നമ്മളുടെ ടൂൾസിനെ എല്ലാം റിലാക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ദിസ് ഈസ് പ്രിൻസിപ്പിൾ നമ്പർ 1. നമ്പർ 2, നീഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റിപ്പലൻറ്റ്. നീഡ് സിഗ്നൽസ് ലാക്ക്. എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്കത് ആവശ്യമാണ്. എന്തോ ഇല്ലാത്തതാണ് നമുക്ക് വേണമെന്ന് തോന്നുന്നത്. അവിടെയും ഒരു ലാക്ക്നെസ് വരും. എനിക്കതില്ലല്ലോ. ആ ഇല്ലാത്തത് വരുമ്പോൾ നമ്മുടെ ഇമോഷൻ ചേഞ്ചായി. ലാക്ക് കൊളാപ്സ് റിസീവിങ്. ഈ ലാക്ക്നെസ് ഒരിക്കലും നമ്മളെ റിസീവിങ് മോഡിൽ ഇരുത്തൂല. മാനിഫെസ്റ്റേഷൻ നമ്മൾ എപ്പോഴും അലോയിങ് ആണെന്ന് പറഞ്ഞു. ഇറ്റ്സ് പെർമിഷൻ ആണെന്ന് പറഞ്ഞു. ആ പെർമിഷൻ എന്ന് വെച്ചാൽ നമ്മളിലേക്ക് റിസീവ് ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുക്കുന്നത്. ലാക്ക്നെസ് മൈൻഡിൽ വന്നാൽ പെർമിഷൻ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. ആ റിസീവിങ് മോഡ് കൊളാപ്സ് ആവും. നീഡ് സിഗ്നൽസ് ലാക്ക്. നീഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റെപ്പലൻറ്റ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ഡിസയർ എവിടെ നിന്നാണ് വരുന്നത്? ഡിസയർ കംസ് ഫ്രം നീഡ് അല്ലേ, ദ ഇന്നർ മെസ്സേജ്.
ഒരു ഡിസയർ നമുക്ക് വരുന്നു, എനിക്കത് വേണം, എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യണം. എൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ്, ആക്ച്വലി നമ്മൾ നീഡിൽ നിന്നാണ് ആഗ്രഹം വരുന്നത്. ഡിസൈഡ് കംസ് ഫ്രം നീഡ്. എനിക്കത് വേണം, ഇതെനിക്ക് ഉണ്ടെങ്കിൽ കൊള്ളാം, നീഡ് ഇതെനിക്ക് വേണം. അപ്പോൾ അത് ആഗ്രഹമായി മാറി. ആ സമയത്ത് നമ്മുടെ ഇന്നർ മെസ്സേജ് എന്താണെന്നറിയാമോ? ഐ ഡോണ്ട് ഹാവ് ഇനഫ്. എനിക്കതില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നീഡ് വന്നപ്പോൾ എനിക്ക് ആഗ്രഹം വന്നു. സംതിങ് ഈസ് മിസ്സിങ് ഇൻ മീ. ഇന്നർ, എനിക്കതില്ല, ആ ഒരു സാധനം എനിക്കില്ല, എനിക്കത് മിസ് ചെയ്തു. ഐ നീഡ് ദിസ് ടു ഫീൽ സേഫ്. ഇതെനിക്ക് എനിക്ക് കിട്ടിയാലാണ് എനിക്ക് സന്തോഷം വരിക, ഞാൻ വർത്തിയാകുക, ഞാൻ കംപ്ലീറ്റ് ആണെങ്കിൽ എനിക്ക് നല്ലൊരു വീട് വേണം. ഇതെനിക്ക് വീടില്ലല്ലോ, അതെനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം. അവിടെ ലാക്ക്ലെസ് വന്നു. അല്ലെങ്കിൽ എനിക്കൊരു നല്ല കാറ് വേണ്ടേ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഫ്ലാറ്റ് വേണ്ടേ, ഞാൻ ഫോറിൻ ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല, എനിക്കത് വേണ്ടേ, ഡിസയർ വന്നു, മാനിഫെസ്റ്റേഷൻ, ലാക്ക്. ദ ഇന്നർ സ്റ്റേറ്റ് ഈസ് കോൾഡ് ലാക്ക്. ആ സമയത്തൊക്കെ നമ്മളെ നീഡ് വന്നു കഴിഞ്ഞാൽ ഇന്നർ സ്റ്റേറ്റ് ലാക്കാണ്. അപ്പം ചോദിക്കും, നീഡില്ലാതെ ഞാൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം? ഡിസയറിലാണല്ലോ മാനിഫെസ്റ്റേഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഓഫ് കോഴ്സ് റൈറ്റ് ആണ്, ബട്ട് നമ്മളുടെ സ്റ്റേജ്, നമ്മളുടെ മോഡ് കറക്റ്റ് ചെയ്ത് വെക്കണം ഈ മാനിഫെസ്റ്റേഷൻ ഗിവ് ചെയ്യാൻ. ലൈഫ് ഓൾവേസ് റെസ്പോൺസ് ടു യുവർ ഇന്നർ സ്റ്റേറ്റ്, നോട്ട് യുവർ വേർഡ്സ്, നോട്ട് യുവർ അഫർമേഷൻ, നോട്ട് യുവർ വിഷൻ ബോർഡ്. നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് മാത്രമേ ജീവിതം നോക്കൂ. അത് കറക്റ്റാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്നുള്ളതാണ്. ലൈഫ് റെസ്പോൺസ് ടു യുവർ ഇന്നർ സ്റ്റേറ്റ്. നമ്മൾ ഏത് ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്, അവിടെ നമ്മൾ പറയുന്ന വാക്കിനൊന്നും നമ്മൾ ഈ പറയുന്നത് ഇന്നർ സ്റ്റേറ്റിൽ നമ്മൾ വേറൊന്നാണ്, പുറത്ത് പറയുന്നത് വേറൊന്നാണെങ്കിൽ ഇറ്റ്സ് നോട്ട് വർക്ക്. പ്രിൻസിപ്പിൾ നമ്പർ 3. പോട്ടെ, മുന്നോട്ട് പോട്ടെ. യെസ്, മൊത്തത്തിൽ ഒരുപാട് മാനിഫെസ്റ്റേഷനൊക്കെ പഠിച്ചു വെച്ച് ഞാൻ ഇരുന്നതാണ്. ഇത് ആകെപ്പാടെ ഒരു എന്താ പറയേണ്ടത്, ഒരു വല്ലാത്ത കുഴഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചല്ലോ എന്നൊക്കെ ചിലരുടെയൊക്കെ മൈൻഡിലുണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ 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 മിസ്സേ, മാഡം, നമ്മള് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോ ഒരു മണി മാനിഫെസ്റ്റ് ചെയ്യണം, ഒരു ഗോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസിനെ കുറിച്ചാണോ നമ്മൾ തിങ്ക് ചെയ്യണമെന്നാണോ മാഡം ഉദ്ദേശിച്ചത്? ഇതെല്ലാ പ്രിൻസിപ്പിളും കേട്ടതിന് ശേഷം എൻഡിൽ ഉത്തരം പറയാം, ചോദ്യങ്ങൾക്കും ചോദിക്കാം. പ്ലീസ് സ്റ്റേ വിത്ത് മീ. ഓക്കെ ഓക്കെ. സോ ഈ ഡൗട്ട്സ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഐ ലവ് ദാറ്റ്. ഓക്കെ. സോ തേർഡ് പ്രിൻസിപ്പിൾ, ഐഡന്റിറ്റി. നോട്ട് വിഷ്വലൈസേഷൻ, ക്രിയേറ്റ് റിയാലിറ്റി. ഐഡന്റിറ്റി ആ വ്യക്തിയായി മാറലാണ് ഐഡന്റിറ്റി. അതായത് നമ്മൾ ആക്ച്വലി നമ്മുടെ സെൽഫ്, റിയൽ ആയിട്ടുള്ളത് നമ്മുടെ സെൽഫാണ്. ഇത് കുറച്ച് ഡീപ്പർ വേർഷൻ പോവുകയാണ്. ഞാൻ കുറച്ച് സ്പിരിച്വൽ വേയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു സെൽഫ് അലോൺ ഈസ് റിയൽ. ഞാൻ എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ വേദാന്തയിൽ പറയുകയാണെങ്കിൽ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്നത് ഒന്നില്ല, അല്ലെങ്കിൽ ഏകത്വം എന്നാണ് പറയുന്നത്. സെൽഫ് ഈസ് അലോൺ ഈസ് റിയൽ. സർക്കംസ്റ്റാൻസസ്, അപ്പിയറൻസ്, നമ്മളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നതാണ്. നമ്മളെ സെൽഫാണ് റിയൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പറയാം, ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ അൺസേഫ് ആണ്, ഐ ആം അൺസേഫ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി. അങ്ങനെ ഒരു ഞാൻ എന്നെക്കുറിച്ച് ഞാൻ അങ്ങനെ കരുതി, ഞാൻ അങ്ങനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നതാണെങ്കിൽ അവിടെ സ്ട്രഗിളാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്. സ്ട്രഗിൾ, ഐ ആം അൺസേഫ്. എപ്പോഴും ഒരു സ്ട്രഗ്ലിങ് നമ്മുടെ ഇന്നർ മൈൻഡ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ സേഫ് അല്ല, ഞാൻ എങ്ങനെ, ഹൗ ടു ബി സേഫ്, എനിക്ക് എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും, എനിക്ക് എങ്ങനെ സേഫ് ആകാൻ പറ്റും. ഞാൻ അടുത്ത ഐ ആം അവയർനെസ്. ഞാനൊരു ബോധം, ഒരു അവയർനെസ്സിലാണ് എന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി അപ്പിയേഴ്സ്. ഞാൻ അവെയർ ആണ്. ഞാൻ നേരത്തെ ഉള്ള പ്രോഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ പ്രശ്നത്തിനും ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ അൺഅവെയർ ആയതുകൊണ്ടാണ്. ഒരു അവയർനെസ്സിലേക്ക് ഞാൻ റീച്ച് ചെയ്യുന്നു, ഞാൻ അവെയർ ആകുന്നു എന്നറിയുന്ന മൊമെന്റ് തൊട്ട് ഞാൻ സേഫാണ്. സ്റ്റേബിൾ ആവും. അവെയർനെസ്. മാനിഫെസ്റ്റേഷൻ ഈസ് ഐഡന്റിറ്റി അലൈൻമെന്റ്, നോട്ട് മെന്റൽ പിക്ചർ. നമ്മൾ ഇത്രയും കാലം അങ്ങനെ തന്നെ പഠിച്ചത്. പക്ഷെ ഇത്രയും കാലം അങ്ങനെ പഠിച്ചിട്ട് എത്ര പേർക്ക് 100% മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി? ഇറ്റ്സ് ഐഡന്റിറ്റി അലൈൻമെന്റ്. നമ്മുടെ ഐഡന്റിറ്റി അൺസേഫിൽ നിന്നും ഞാൻ അവെയർ എന്നാകുന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ ഈസിയാണ്. ആ ഐഡന്റിറ്റിയിലേക്ക് മൂവ് ചെയ്യലാണ്. ആക്ച്വലി നമ്മുടെ ഐഡന്റിറ്റിയാണ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ വിഷ്വലൈസേഷൻ അല്ല. നമ്മൾ ആ വിഷ്വലൈസ് ചെയ്ത് ഐഡന്റിറ്റിയിലേക്ക് എത്തുന്നു. വിഷ്വലൈസേഷൻ ഇസ് നോട്ട് റോങ്,
ഇറ്റ്സ് ഗുഡ്. ഐഡൻറ്റിറ്റിയിലേക്ക് റീച്ച് ചെയ്യാനുള്ളൊരു ടൂളാണ് വിഷ്വലൈസേഷൻ, അഫർമേഷൻ. ആ ഐഡൻറ്റിറ്റിക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിളാണ് ഇതൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. വിഷ്വലൈസേഷൻ അല്ല മാനിഫെസ്റ്റേഷൻ, ആ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണം, ആ വ്യക്തിയായിട്ട്. നേരത്തെ സന്ധ്യ ചോദിച്ച പോലെ നമ്മൾ ആളുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടതിനെ വീണ്ടും 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 ഇമാജിൻ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടതിനെ വീണ്ടും വീണ്ടും ഇമാജിൻ ചെയ്യൂ. പക്ഷേ വിവേക ചൂടാമണി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പർ വേർഷൻ പറയുന്നത്, ലൈഫ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു പിക്ചർ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിലുള്ള പിക്ചറിനല്ല ലൈഫ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇറ്റ് റെസ്പോണ്ട് ഹൂ യു ബിലീവ് യു ആർ. നിങ്ങൾക്ക് ആ വ്യക്തിയായി മാറാൻ പറ്റും നിങ്ങൾ വിശ്വസിച്ചാൽ അതിനാണ് ലൈഫ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലാതെ ആ ഇമേജിനെ അല്ല. ഇതാണ് കോർ സാധനം, ഇതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ഇന്നർ കൺക്ലൂഷനാണ് ടു ലീവ് ഫ്രം സച്ചാസ്. ഇങ്ങനെ പറയാം, നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മൾ ഒരു ഇന്നർ കൺക്ലൂഷൻ എത്തി ജീവിക്കുകയാണ്. ഐ ആം നോട്ട് സേഫ്. ഞാൻ കുറേ സ്ട്രഗിൾ, ഐ ഹാവ് ടു സ്ട്രഗിൾ. എനിക്ക് കുറേ സ്ട്രഗിൾ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. മണി ഉണ്ടാക്കണമെങ്കിൽ കുറേ കഷ്ടപ്പെടണം. എനിക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് എനിക്ക് കുറവുണ്ട്. എനിക്ക് എവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ കോൺഫിഡൻ്റ് ആയി മാറണം. ഐ എം നോട്ട് ഇനഫ്. ഓ, എത്ര വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു, ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് ടു മീ. ഇത് ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ഇതും വെച്ചിട്ട് നമ്മൾ സക്സസ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഐ ആം അൺസേഫ്. ഞാൻ സേഫ് അല്ല. ആ അൺസേഫ് എന്ന് പറയുമ്പോഴേ റിസീവ് ചെയ്യാനുള്ള പോർട്ടൽ ക്ലോസ്ഡ് ആവും. ഈ ലൈഫ് കീപ്സ് നമ്മൾ ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ ദാറ്റ് മാച്ച് ദാറ്റ് ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റിക്ക് പറ്റുന്ന സിറ്റുവേഷൻ മാത്രമേ ജീവിതം എനിക്ക് തരുള്ളൂ. ഞാൻ കുറേ കഷ്ടപ്പെട്ടാലേ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാനുള്ള അവസരം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് അവർക്ക് കിട്ടും. മാനിഫെസ്റ്റേഷൻ വിൽ ഹാപ്പൻ. എൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം ഇങ്ങനെയാണ്. എല്ലാവരും എനിക്കിട്ട് പണിയുന്നുണ്ട് കൂടെ, തേപ്പ് കിട്ടി ഇനിയും തേപ്പ് തന്നെ കിട്ടും. ഇനിയും അത് തന്നെ സംഭവിക്കും. കാരണം അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അതാണ്. കാശ് മേടിച്ചവരാരും എനിക്കറിയില്ല. എൻ്റെ നിന്ന് കാശ് വാങ്ങി ആരും തരാത്ത എന്താ? ഇനിയും തരത്തില്ല. എൻ്റെ ഐഡന്റിറ്റി ആരും എൻ്റെ നിന്ന് വാങ്ങിയാൽ തിരിച്ചു തരുത്. എൻ്റെ ഐഡന്റിറ്റി അതാണ്. എല്ലാവരും, എനിക്കറിയില്ല, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ല. പക്ഷെ എല്ലാവരും എനിക്ക് പറ്റിക്കപ്പെടുക എന്നുള്ള ഐഡന്റിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കത് തന്നെ സംഭവിക്കും. എക്സാക്ട്ലി ദ സെയിം തിങ് ഹാപ്പൻ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എത്ര ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നറിയാം. ഞാൻ പല ക്ലാസ്സുകളിലും പോയി അറ്റൻഡ് ചെയ്തു, ഓണ്ടർപ്രണർഷിപ്പ് പഠിച്ചു, വുമൺ ഓണ്ടർപ്രണർഷിപ്പ് പഠിച്ചു. പക്ഷേ എല്ലാ ബിസിനസ്സും പൊട്ടി പോകും. എല്ലാ ബിസിനസ്സും പൊട്ടി പോകുന്നുള്ള എൻ്റെ ഐഡന്റിറ്റിയാണ്. ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ഐഡന്റിറ്റിയിൽ നിന്ന് അപ്പുറത്തേക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയൊക്കെ വളരെ ക്ലിയർ ആക്കി 2026 പോകുമ്പോൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോകണം. നമ്മൾ അത് കറക്റ്റ് ആക്കിയിട്ട് പോയില്ലെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റില്ല. വീണ്ടും സെയിം സാധനം തന്നെ നമ്മൾ വായിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. നമുക്ക് തന്നെ ഭാരമാവും. പിന്നീട് നമുക്ക് തന്നെ ഇതെല്ലാം ബുദ്ധിമുട്ടാകും. സോ ഇവിടെ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ മാത്രം നമുക്ക് നടത്തിയാൽ ഫെയിലായി പോകുന്നത്? വിഷ്വലൈസേഷൻ അലോൺ ഇറ്റ്സ് നോട്ട് സക്സസ് ഹെൽപ്പ് ടു റീച്ച് സക്സസ് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വിഷ്വലൈസേഷൻ ഈസ് സംതിങ് യു ഡു ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, അല്ലേ? കുറച്ച് നേരം ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ഐഡന്റിറ്റി ഈസ് സംതിങ് യു ലീവ് ആസ് ഓൾ ഡേ. ആ ഐഡന്റിറ്റിയിൽ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. വിഷ്വലൈസേഷൻ കുറച്ച് നേരത്തേക്ക് വന്നിട്ട് പോകുന്ന ഒരു വിരുന്നുകാരൻ ഓർ വിരുന്നുകാരി. ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയായി മാറലാണ്, വിച്ച് ഈസ് ഗുഡ്. അപ്പോൾ മിസ്മാച്ച് വരുന്നത് എങ്ങനെയാണ്? വിഷ്വലൈസേഷൻ നമ്മൾ മൈൻഡ് പറയുന്നു ഐ വാണ്ട് അബണ്ടൻസ്. നമ്മുടെ ഐഡന്റിറ്റി പറയണം, പഴയ ഐഡന്റിറ്റി പറയും ഐ മസ്റ്റ് സ്ട്രഗിൾ. എനിക്ക് അബണ്ടൻസ് വേണം. ഓ, നിനക്ക് അബണ്ടൻസ് വേണോ? ഒരു കുഴപ്പമില്ല, നിനക്ക് അബണ്ടൻസ്. പക്ഷെ നീ അത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഐഡന്റിറ്റി പറയും സാംസങ് പ്ലീസ് മ്യൂട്ട് ചെയ്യാമോ?
ഐഡന്റിറ്റി എന്താ പറയും, നിനക്ക് അബണ്ടൻസ് വേണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. മൈൻഡ് പറയും എനിക്ക് അബണ്ടൻസ് വേണം. 2026 എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ഉണ്ടാക്കുക. ഓ ഗുഡ്. നമ്മുടെ ഇന്നർ ഐഡന്റിറ്റി, നമ്മുടെ ഐഡന്റിറ്റി പറയും നീ എന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഈ പ്ലീസ് സാംസങ് എന്ന് പറയുന്ന വ്യക്തി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ക്യാൻ യു പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഞാനിവിടെ മ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ അങ്ങനെ പറയും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ജീവിതം മാറണമെങ്കിൽ ഐഡന്റിറ്റി മാറണമെന്ന്. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരാൾക്ക് കോൺഫിഡൻ്റ് ആകണമെന്ന് കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. കോൺഫിഡൻസ് അയാൾ ചിന്തിക്കുകയാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണെന്ന്. പക്ഷേ പിന്നെ വിഷ്വലൈസേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഈ വ്യക്തി ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് ഫീൽ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് മൂവ്മെൻറ്റ്, കോൺഫിഡൻറ്റ് സ്പീക്ക്, കോൺഫിഡൻറ്റ് ഡിസിഷൻ എല്ലാ ദിവസവും അയാളുടെ ഐഡൻറ്റിറ്റി നിന്നുകൊണ്ട് എടുക്കുകയാണേ. കോൺഫിഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യും. പുള്ളി എവിടെയും പോയിരുന്ന് വിഷ്വലൈസ് ചെയ്യുന്നില്ല, ഞാൻ കോൺഫിഡൻ്റ് വ്യക്തിയാണെന്ന് വിഷ്വലൈസ് ചെയ്യുന്നില്ല. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു, കോൺഫിഡൻ്റ് ആയിട്ട് ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു, നടക്കാൻ ശ്രമിച്ചു, നിൽക്കാൻ ശ്രമിച്ചു. ഡിസിഷൻ എടുക്കുമ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിസിഷൻ മേക്കിംഗ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തു. വെദർ ഇറ്റ് ഈസ് റിസൾട്ട് നോക്കില്ല, കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തു. ലൈഫ് റെസ്പോൺസ് അക്കോർഡിംഗ്ലി. പതുക്കെ പതുക്കെ ലൈഫ് അങ്ങനെ, ജീവിതം അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഐഡൻറ്റിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ അവയർനെസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. ഞാൻ ഇതാണ്, എനിക്കിവിടെയാണ് പോകേണ്ടത്, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അവയർനെസ് ആണ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. ഓക്കെ. അപ്പം ഐഡൻറ്റിറ്റിയിൽ നമ്മൾ ബേസിക് ആയിട്ട് പറയുമ്പോൾ ഞാനെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബോഡിയും എൻ്റെ മൈൻഡും ഒക്കെ ചേർന്നാണ് ഞാൻ. ആ ഒരു അവയർനെസ്, എൻ്റെ മനസ്സിനെയും എൻ്റെ ബോഡിയെയും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനേക്കുള്ളൊരു ബോധ്യം കൊടുക്കലാണ് ബേസിക് അവയർനെസ് എന്ന് പറയുന്നത്. ഈ അവയർനെസ്സിലേക്ക് വരുമ്പോൾ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. ഫിയർ കുറയും, ഫിയർ റെഡ്യൂസ് ചെയ്യും, അർജൻസി ഡ്രോപ്പ് ചെയ്യും, നമ്മൾ ഹറിബറി ഒന്നും കാണിക്കുകയില്ല. ഡിസിഷൻസ് ബിക്കം വെരി ക്ലിയർ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റേബിൾ ആവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ച് ഉടനെ എടാ കത്തിയിട്, വാളിട്, അല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കൂല, അതൊന്നിലേക്ക് നമ്മൾ പോവില്ല. ആൻഡ് ലൈഫ് റെക്കഗ്നൈസ് അറൗണ്ട് ദിസ് കാം ക്ലാരിറ്റി. നമ്മൾ എപ്പോഴും ആ കാംനെസ്സിലേക്ക് വരുമ്പോഴാണ് ലൈഫിനെ കുറിച്ച് നമ്മൾ കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. ഇനി ഒന്നുകൂടെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പറയുന്ന അടുത്തൊരു കോർ പോയിൻ്റാണ് പറയാൻ പോകുന്നത്. യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു തിങ്ക് അബൌട്ട്. നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. യു എക്സ്പീരിയൻസ് വാട്ട് യു ബിലീവ് യു ആർ. എഗെയിൻ നമ്മളത് എക്സ്പീരിയൻസ്, ഇപ്പോൾ കോൺഫിഡൻറ്റ് പേഴ്സൺ അത് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങി. കോൺഫിഡൻ്റ് ആകണം എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാൻ സംസാരിച്ചു, ബോഡി ലാംഗ്വേജ് ഇട്ടു, ഡിസിഷൻ മേക്കിംഗ് ചെയ്തു, ആക്ഷൻ എടുത്തു, ഇതെല്ലാം ചെയ്ത് തുടങ്ങി. അത് എക്സ്പീരിയൻസ് ചെയ്തപ്പം അയാൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം വന്നു, ഐഡൻറ്റിറ്റി വന്നു, അയാൾ കോൺഫിഡൻ്റ് ആയി. ക്ലിയർ? നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പുതിയ പിക്ചർ ആഡ് ചെയ്യലല്ല. ഇറ്റ്സ് അബൌട്ട് റെസ്റ്റിംഗ് ഇൻ എ ട്രൂവർ ഐഡൻറ്റിറ്റി. നമ്മുടെ കോർ ട്രൂ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കും. എവിടെ പോവും ഓഫ്ലൈൻ? എങ്ങനെ ഓഫ്ലൈൻ പോകും? യെസ്. ഓക്കെ, സൂപ്പർ, താങ്ക് യു. സോ നാലാമത്തത് പ്രിൻസിപ്പിൾ, പീസ് ഈസ് ഹയർ ക്രിയേറ്റീവ് ഫോഴ്സ് ദാൻ ഇൻറ്റൻഷൻ. നമ്മൾ നേരത്തെയുള്ള ഉബണ്ടുവിൽ കേട്ടിട്ടുള്ളവർക്കറിയാം, ഈ പീസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ഇമോഷൻ, ജോയ് എന്ന് പറയുന്ന ഇമോഷനൊക്കെ എങ്ങനെയാണ് നമ്മുടെ വൈബ്രേഷൻ സെറ്റിന് അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇമോഷൻ എലിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് പലവട്ടം പഠിച്ചതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആക്ച്വലി നമ്മൾ ഇൻറ്റൻഷനേക്കാൾ ഫാസ്റ്ററായിട്ട് നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഔട്ട്കമ്മിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അതായത് പീസ്ഫുൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ
ദാറ്റ് വിൽ വർക്ക് പവർഫുൾ ദാൻ ഇൻറ്റൻഷൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ അതിൻ്റെ സയൻറ്റിഫിക് വേയിൽ പെർസ്പെക്റ്റീവിൽ പറയണമെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റം ഒരു പീസ്ഫുൾ സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഒരു പ്രഷർ പെയിൻ പ്രിൻസിപ്പിൾ ബ്രെയിനിൻ്റെ. അപ്പം ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അൺകംഫർട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെയിൻ തരുന്നത്, അല്ലെങ്കിൽ ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, വളരെ പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നും ബ്രെയിൻ അത്ര എളുപ്പത്തിൽ എടുക്കില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ ഈ കൈകൾ 2 കൈകൾ ഇങ്ങനെ ഒന്ന് വെക്കാമോ, ചേർത്ത് ഇങ്ങനെ വെക്കാമോ, ഇങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെക്കും, ഇങ്ങനെ. ആൻഡ് ട്രൈ ടു ക്ലോസ് ഈച്ച് അതർ ആൻഡ് പുട്ട് ദിസ് വേ, ഇങ്ങനെ വെക്കാം, കോർത്ത് വെച്ചു. അപ്പം മേ ബി യുവർ ലെഫ്റ്റ് തമ്പായിരിക്കും മുകളിൽ, അല്ലെങ്കിൽ ചിലർക്ക് റൈറ്റ് തമ്പായിരിക്കും മുകളിൽ. നോട്ടീസ് ഏത് തമ്പാണ് മുകളിലെന്ന് നോട്ടീസ് ചെയ്യുക, സെൽഫായിട്ട് നോട്ടീസ് ചെയ്യുക. ആൻഡ് റിലീസ്. വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി സെയിം ഇങ്ങനെ വെക്കുക, ഒരു പ്രാവശ്യം കൂടി സെയിം വെക്കുക. ഇപ്പോഴും നേരത്തെ വെച്ച പോലെ ഏതാണോ ലെഫ്റ്റ് വന്ന ആളുടെ തമ്പ് ആയിരിക്കും മുകളിൽ, അല്ലെങ്കിൽ ചിലർക്ക് റൈറ്റ് ആയിരിക്കും. ബോത്ത് ആ ഗുഡ്, രണ്ടും നല്ലതാണ്. ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആണ്. അത് ഏതാണ് സെയിം സാധനം ആയിരിക്കും മുകളിൽ വന്നിരിക്കുന്നത്, നേരത്തെ വെച്ച് തന്നെ ഇപ്പോഴും വന്നത്. ഓക്കെ, ഇനി റിലാക്സ് ആൻഡ് റിലീസ്. മൂന്നാമത് നമുക്കൊരു ശ്രമം കൂടെ നോക്കാം. ഇങ്ങനെ വെക്കുക, നേരത്തെ വന്ന ഫിംഗർ വെക്കരുത്, ഓപ്പോസിറ്റ് ഫിംഗർ. നേരത്തെ ലെഫ്റ്റ് മുകളിൽ വന്നവർ റൈറ്റ് വെക്കുക, റൈറ്റ് തമ്പ് മുകളിൽ വന്നെങ്കിൽ ലെഫ്റ്റ് വെക്കുക, തിരിച്ചു വെച്ചേ. ഹൗ ഡു യു ഫീൽ? തിരിച്ചാണ് നേരത്തെ വന്ന ഫിംഗർ മാറ്റി വെക്കുക. ഹൗ ഡു യു ഫീൽ? എന്ത് തോന്നുന്നു? ഒരു ഡിസ്കംഫർട്ട് അല്ലേ? അത്ര ഒരു സുഖമില്ല. ഇതൊന്നും ശരിയല്ലല്ലോ, ഇതല്ലല്ലോ കറക്റ്റ് ഫിറ്റ്, ട്രാക്കിൽ വീണല്ലോ, ഇത് ശരിയല്ലല്ലോ, ഇതല്ല, ഇത് നമുക്ക് പറ്റത്തില്ല. ഇത് ബ്രെയിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കൺവീനിയൻ്റ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൽ മാത്രം വർക്ക് ചെയ്യാനാണ് ബ്രെയിൻ ഇഷ്ടം. പീസ്ഫുള്ളായിട്ടിരിക്കണം. ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് പീസ് കിട്ടി. ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ്, ശരിയല്ല, ഇത് എവിടെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ വിരലിനോ അല്ലെങ്കിൽ വെച്ച രീതിക്കോ. ഇതാണ് എല്ലായിടത്തും വരുന്നത്. ലൈഫ് വർക്ക്സ് ദിസ് വേ. ബ്രെയിൻ ഇങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പീസ്ഫുൾ അല്ലാത്തൊരു സാധനം ബ്രെയിൻ സപ്പോർട്ട് ചെയ്യത്തില്ല. നമുക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, കാരണം ഇൻറ്റൻഷൻ സെറ്റിംഗ് ഈസ് പവർഫുൾ, യുവർ ഇൻറ്റൻഷൻ ഈസ് മോസ്റ്റ് പവർഫുൾ, അതിനേക്കാൾ മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് മാനിഫെസ്റ്റേഷനിൽ നമുക്ക് ലഭിക്കും. അതാണ് പ്രിൻസിപ്പിൾ. പീസ് ഈസ് ഹയർ ക്രിയേറ്റീവ് ഫോഴ്സ് ദാൻ ഇൻറ്റൻഷൻ. പീസ്. Correct? So, life responds more powerfully to your inner state than your intention. നമ്മൾ ഇപ്പം ചോദിക്കും, ഇത്രയും കാലം ഇൻറ്റൻഷനെ കുറിച്ച് നമ്മൾ ഓരോ ദിവസവും ഡീപ്പർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ലൈഫ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈവൻ മോർ ഡീപ്പർ ലെവലിലേക്ക് പോകാൻ ആണ് എനിക്ക് ഇഷ്ടം. ഇഫ് യു ആർ റെഡി ടു കം വിത്ത് മീ. എന്തുകൊണ്ടാണ് ഇൻറ്റൻഷൻ മാത്രം നോട്ട് ഇനഫ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയണ്ടേ? ബിക്കോസ് ഇൻറ്റൻഷൻസ് കംസ് ഫ്രം നമ്മളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു പ്രഷറിൽ നിന്നായിരിക്കും. എനിക്കത് വേണം, അതുകൊണ്ട് ഞാൻ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തു, എനിക്കത് വേണം. 2026 ഗോൾ സെറ്റ് ചെയ്തു, ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തു, എനിക്കത് വേണമെന്നുള്ളൊരു പ്രഷർ ഇൻറ്റേർണലി നമുക്കുണ്ട്. അവിടെ ഒരു ഹോപ്പുണ്ട്, പക്ഷെ ആ ഹോപ്പിനോടൊപ്പം ഒരു ഫിയറും കൂടെ മിക്സ് ചെയ്യും. ഇൻറ്റൻഷൻ സെറ്റിങ്ങിൽ ഹോപ്പിൽ നടക്കുമോ, തടസ്സം വരുമോ, നല്ല സാഹചര്യം കിട്ടുമോ, ഇനി അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, വാട്ട് ഇഫ് ഇറ്റ് ഡസൻ വർക്ക്, എന്ത് ചെയ്യും? ഇതാണ് ഇൻറ്റൻഷൻ മാത്രം വർക്ക് ചെയ്താലുള്ള പ്രശ്നം. ഇത് വന്നു കഴിഞ്ഞാൽ നെർവ് സിസ്റ്റം ഈസ് നോട്ട് അറ്റ് ഈസ്. അവിടെ കുറച്ച് ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഫിയർ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ പോകും. റെസ്റ്റ്ലെസ് വരും. ഈ റെസ്റ്റ്ലെസ് വന്നു കഴിഞ്ഞാൽ മിക്സഡ് സിഗ്നലാണ് നമ്മൾ പുറത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്തത്. ഈ പീസ് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളിത് ഗിവപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പാസീവായിരിക്കുക, അല്ലെങ്കിൽ അംബീഷനൊന്നും ഇല്ലായിരിക്കുക, അങ്ങനെയൊന്നും അല്ല. പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സേഫ്റ്റിയാണ്. ഒരു റിലാക്സ്ഡ് ഓൾട്ടർനേറ്റ് ആണ്, റിലാക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ, സ്ട്രെസ് ഇല്ലാത്ത റിലാക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ.
ലൈഫിനോടുള്ളൊരു ട്രസ്റ്റാണ് പീസ് എന്ന് പറയുന്നത്. ലൈഫിൻ്റെ ഒരു മൂമെൻറ്റിനോടുള്ള ട്രസ്റ്റ്, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, ഇഫ് യു ആർ റെഡി ടു ട്രസ്റ്റ് ഇൻ യുവർ ലൈഫ് വിൽ ഗിവ് യു ബാക്ക് 100%. അവിടെ നമ്മൾ ഐ ആം റെഡി ടു റിസീവ് ആ മോഡിലേക്ക് എത്തും. അവിടെ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു മോഡാണ്. ആ മോഡിലേക്ക് നമ്മൾ എത്തണം. ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാമേ. അങ്ങനെ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകും. നിങ്ങൾ ഒരു അമ്മ, ഒരു വളരെ ശാന്തമായ, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, ഹാപ്പി ആയിരിക്കുന്ന ഒരു അമ്മ, ആ ഹാപ്പിനെസ്സോടുകൂടി, ആ റിലാക്സേഷനിലൂടെ ഒരു സ്മൈലിംഗ് ഫേസ് ആണ്, ഇന്റേണലി വളരെ ഹാപ്പിയാണ്. ആ അമ്മ അവരുടെ ചെറിയ കുഞ്ഞിനെ എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അവിടെ ഒരിക്കലും ഞാൻ കുഞ്ഞിനെ വളരെ ഇൻറ്റൻഷനലി എടുത്തേക്കാണ്, ഞാൻ ഈ കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാണ് എൻ്റെ ഇൻറ്റൻഷൻ, ഈ കുട്ടിക്ക് എൻ്റെ കുഞ്ഞിന് ഏറ്റവും സന്തോഷം കൊടുക്കുക, ഇൻറ്റൻഷൻ അവിടെ ഇല്ലേ? ദ പീസ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് സേഫ്റ്റി. ആ ഉള്ളിലുള്ള പീസ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സേഫ്റ്റിയെ കുഞ്ഞിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബേബി ആ സ്റ്റേറ്റിനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നോട്ട് ഹർ ഇൻറ്റൻഷൻ. ആ കിട്ടുന്നൊരു പീസ്, ആ വോംത്ത്, ആ ലവ്, ആ കെനസ്തറ്റിക് സേഫ്റ്റി, ലൈഫ് റെസ്പോൺസ് ദ സെയിം വേ. ഇതുപോലെയാണ് ജീവിതം റെസ്പോണ്ട് ചെയ്യുന്നത്. ക്ലിയർ? യെസ്. എന്തുകൊണ്ടാണ് പീസ് ആകുമ്പോൾ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നതെന്ന് ഇവിടെ പറയാം. പീസ് ആയിരിക്കുന്ന സമയത്ത് വെൻ ഈ പീസ് ഈസ് പ്രസന്റ്, നമ്മൾ കാംഫുൾ ആയിരിക്കുന്ന സമയത്ത് ഇൻഡ്യൂഷൻ ബിക്കം ക്ലിയർ. നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻ ക്ലിയർ കാരണം നമ്മൾ വളരെ പീസ്ഫുൾ ആണ്. കറക്റ്റ് ഇൻഡ്യൂഷൻ കിട്ടും, നമുക്ക് തന്നെ കിട്ടുന്ന ഒരു ഗൈഡൻസ് ആണത്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് ആക്ഷൻ എടുക്കുള്ളൂ, നാച്ചുറലി റൈറ്റ് ആക്ഷൻ എടുക്കും. നമ്മൾ പതുക്കെ സമയമെടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാത്ത മേഖലകളിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് പീസ് ഈസ് ഓൾവേസ് അലൈൻഡ് ഇൻ ആക്ഷൻ. സമാധാനം ഇരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായി വർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ പീസ്ഫുൾ ആണെങ്കിൽ. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു സെഷൻ എടുക്കുന്നു. അപ്പോൾ എൻ്റെ ചുറ്റും കുറേ കയോസ് ഉണ്ട്, കുറേ നോയ്സ് ഉണ്ട്, എൻ്റെ തലയിൽ കുറേ സാധനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ദിസ്. അത്രയും പക്ഷേ ഞാൻ വളരെ കാമാണ്, ക്ലിയർ ആണ്, സമാധാനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ സെഷൻ, ഈ ആക്ഷനുമായിട്ട് ഞാൻ അലൈൻഡ് ആയിരിക്കും. എൻ്റെ ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല. പീസ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. പീസ് ഈസ് ദ കോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ്റെ കോസ് പീസാണ്. സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മാനിഫെസ്റ്റേഷൻ ഈസി ആയിരിക്കും. നമ്മുടെ ഇൻസൈഡിൽ പീസ് ഉണ്ടാകണമെങ്കിൽ എക്സാക്ട്ലി നമുക്കറിയാം, ലൈഫ് നോസ് എക്സാക്ട്ലി ഹൗ ടു മീറ്റ് യു. നമ്മൾ ഇൻസൈഡ് ഹയോസ്, ഒരു യുദ്ധം, ബാറ്റിൽ ഫീൽഡ് ആണെങ്കിൽ ഒന്നും നടക്കില്ല. ഇൻസൈഡ് നമ്മൾ വളരെ ക്ലിയർ ആൻഡ് കാമായിട്ട് വെക്കുക. ഓക്കെ. പ്രിൻസിപ്പിൾ നമ്പർ 5, അറ്റാച്ച്മെന്റ് ഡിലേസ് വാട്ട് ഡിറ്റാച്ച്മെന്റ് അട്രാക്ട്. അറ്റാച്ച്മെന്റ് ഡിലേ ചെയ്യും, ഡിറ്റാച്ച്മെന്റ് അട്രാക്ട് ചെയ്യും. ഇത് അറിയുന്നതാണ്, കുറച്ചു പേർക്കൊക്കെ അറിയുന്നതാണ്, കുറെ പേർക്ക് ഇത് പ്രാക്ടീസ് ചെയ്തായിരിക്കും ഇവിടെ. The moment you can lose something without losing yourself, it becomes available. നിങ്ങളെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതിൽ ക്ലിഞ്ചിങ് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ അത് കടിച്ചു തൂങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്കത് കിട്ടില്ല എന്നാണ് അർത്ഥം. അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് എനർജറ്റിക് ഫ്രിക്ഷൻ. ഒരു എനർജറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാക്കും അറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ഫ്ലോ ആക്സസ്, നമ്മളിലേക്ക് കൊണ്ടുതരും. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ട് കാണണ്ട ഒരു സ്ട്രാറ്റജിക് അലൈൻമെന്റ് ആണ് ഡിറ്റാച്ച്മെന്റ്. ചിലർ ഞാൻ എല്ലാം ഉപേക്ഷിക്കലല്ല ഇത്. എൻ്റെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ആ ഡിറ്റാച്ച്മെന്റ് അല്ല. ഏറ്റവും വലിയ സ്പിരിച്വൽ പേഴ്സൺ ആണ് ഏറ്റവും നന്നായിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ആള്, ഏറ്റവും നല്ല രീതിയിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ആളാണ് നല്ല സ്പിരിച്വൽ പേഴ്സൺ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്പിരിച്വൽ സെന്റേഴ്സ് അല്ലേ ഏറ്റവും കൂടുതൽ കാശുള്ളവര്? ഹോളി മക്ക, വത്തിക്കാൻ,
ടെമ്പിളുകൾ, ഇവിടേക്കല്ലേ ഏറ്റവും കൂടുതൽ പൈസയുള്ള ശബരിമല, നാട്ടുകാർ കയറി അത് കണ്ടു പോകുന്നു. ശബരിമല, ഇതൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ സ്പേസ്, അവിടെയല്ലേ ഏറ്റവും കൂടുതൽ മണി. അപ്പോൾ മണി ഉണ്ടാക്കുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ സീക്രട്ട് തിങ്, നല്ല കാര്യമാണ്, അതൊരു മോശം കാര്യമൊന്നും അല്ല. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് നമ്മളെ, അല്ലെങ്കിൽ ആ എല്ലാ ലൗകിക സുഖങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അവകാശം, ഏറ്റവും ദ ബെസ്റ്റ് ലൈഫ് എല്ലാവർക്കും അവകാശമുള്ളതാണ്. എവ്രി വൺസ് റൈറ്റ്, നോ ബഡി ക്യാൻ സ്റ്റോപ്പ് അൺലെസ് യു സ്റ്റോപ്പ് യുവർ സെൽഫ്. നമ്മളാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ആരുമല്ല. നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മുടെ കൂടെയുള്ളവരല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്നവരല്ല, നമ്മുടെ അയൽക്കാരല്ല, സമൂഹമല്ല, പാർട്ടിയല്ല, മതമല്ല, ഒന്നുമല്ല, നമ്മളാണ് നമുക്ക് വേണ്ടതിനെയൊക്കെ നമുക്ക് നിഷേധിക്കുന്നത്. സോ അറ്റാച്ച്മെൻറ്റ് ഡിലേസ് വാട്ട് ഡിറ്റാച്ച്മെൻറ്റ് അട്രാക്ട് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറയാം. ഞാൻ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ നിങ്ങൾ വളരെ ഡീപ്പ് ഡിസയർ ഉണ്ടെങ്കിൽ, ഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത് കറക്റ്റാണ്, ഫയർ ഉണ്ടാകണം, സംതിങ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹം വേണം. അതുകൊണ്ട് ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇറ്റ് വിൽ കം ഫാസ്റ്റർ, നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഫിയർ അല്ലെങ്കിൽ ലോസും തരും. കാരണം ഈ ഫിയർ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ടൈറ്റൺ ആവും. ഫിയർ ടൈറ്റൻ ദ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആവും. ടൂ മച്ച് നമുക്കത് കിട്ടിയേ പറ്റൂ, ഉടൻ കിട്ടിയേ പറ്റൂ. നോ, ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ, അതൊരു ഇപ്പോൾ നമ്മുടെ ആഗ്രഹമോ അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹമോ അല്ല അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതാണ് അറ്റാച്ച്മെൻറ്റ്. ഐ കാൺ ബി ഓക്കെ വിത്ത് ദിസ്, ഇതില്ലെങ്കിൽ ഞാൻ ഓക്കെ ആവില്ല, അതാണ് അറ്റാച്ച്മെൻറ്റ്. അതില്ലാത്തൊരവസ്ഥയാണ് ഞാൻ പറയുന്നത്. മൈ ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ്. അയ്യോ, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ മ്യൂട്ട്. 9 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിനി കുറച്ച് ഫാസ്റ്ററിൽ പോകേണ്ടി വരും. ഇനി ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, കുറച്ച് സ്പീഡാക്കാം. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗിവപ്പ് ചെയ്യലല്ല എന്ന് ഞാൻ പറഞ്ഞു, കെയർ ചെയ്യലല്ല എന്ന് ഞാൻ പറഞ്ഞു, ഇൻട്രസ്റ്റ് കളയലല്ല എന്ന് പറഞ്ഞു. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഐ വാണ്ട് ദിസ് ബട്ട് ഐ ആം ഓക്കെ ഈവൻ ഇഫ് ഇറ്റ് ടേക്ക് ടൈം. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, എനിക്കത് വേണം, സമയം എടുത്തോട്ടെ, പ്രഷറില്ല. ഇതാണ് ഡിറ്റാച്ച്മെൻറ്റ്. എനിക്കത് വേണം, പക്ഷെ അത് സമയമെടുത്താലും എൻ്റെ അടുത്തേക്ക് വരും. ഐ എം ഓക്കെ, ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ ഓക്കെയാണ്. അതാണ് ഡിറ്റാച്ച്മെൻറ്റ്. ഞാൻ വേർത്താണ്, അത് ലഭിക്കാൻ ഞാൻ വേർത്താണ്, അതെനിക്കറിയാം. ആ ആഗ്രഹങ്ങൾ അവിടെ തന്നെ നിൽക്കും, ഫിയർ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഡിറ്റാച്ച്മെൻറ്റ്. എനിക്ക് വേണം എന്നുള്ള ഒരു മൈൻഡ് അവിടെ കാണും, ആഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫിയർ ഇല്ലാതാകുന്നതാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. The moment your happiness is no longer depends on that outcome, the outcome become possible. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നതിൽ നിന്നും ഇതെനിക്ക് കിട്ടും, ഉറപ്പായിട്ടും എനിക്ക് കിട്ടും. ഇത്തിരി ഡിലേ ആയാലും ഞാൻ വെയിറ്റ് ചെയ്യാണ്, എനിക്ക് എന്നിലേക്ക് വരും എന്ന് ചിന്തിക്കുന്ന മൊമെൻറ്റിൽ അത് പോസിബിൾ ആവും. വാട്ട് യു ക്ലിങ്ങിങ് തൂങ്ങിക്കിടക്കുക, പിടിച്ചു തൂങ്ങിക്കിടക്കുക, അത് റെസിസ്റ്റ് ചെയ്യും നമ്മൾ. വാട്ട് യു അലോ ഇറ്റ് ഫ്ലോ ടുവേർഡ്സ് യു. നമ്മളിലേക്ക് വന്നോട്ടെ, ആ ഒരു മൈൻഡിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കോളും. അത് ഇങ്ങനെ ചിന്തിച്ചാൽ ഇതില്ലെങ്കിലും ഐ എം ഹോൾ ആൻഡ് കംപ്ലീറ്റ്. ഈവൻ വിത്തൗട്ട് ദിസ് ഐ എം ഹോൾ ആൻഡ് കംപ്ലീറ്റ്. ഇതില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഇതുണ്ടെങ്കിലേ എനിക്ക് ഹാപ്പിനെസ്, അങ്ങനെ ഇല്ല. അപ്പോൾ ബോഡി സോഫ്റ്റൻ ആവും, റിലീസ് ആൻഡ് റിലാക്സ്ഡ് ആവും. പ്രിൻസിപ്പിൾ നമ്പർ 6, വിറ്റ്നസ്സിങ് ഡിസോൾവ്സ് കർമ്മ ഇൻസ്റ്റൻ്റ്ലി. അതായത് നമ്മളെല്ലാവരും വിചാരിക്കും എൻ്റെ പാസ്റ്റ് കർമ്മയാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്.
അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ കാര്യങ്ങൾ എന്നിൽ കിടക്കുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ സെഷൻസ് ഒക്കെ കേട്ടുമ്പോൾ നിങ്ങൾ പാസ്റ്റ് കർമ്മ നിങ്ങളുടെ ആൻസസ്റ്റർ ക്ലെൻസിങ് ഒക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നാകാൻ പറ്റുക എന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിൽ തോന്നിയേക്കാം. എന്താണ് ആക്ച്വലി കർമ്മ എന്ന് പറഞ്ഞാൽ? കർമ്മ ഈസ് നോട്ട് പണിഷ്മെൻ്റ് ആക്ച്വലി. പണിഷ്മെൻ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അത് പണിഷ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ പറയണ്ട. പക്ഷെ അതൊരു നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കർമ്മ ഈസ് എ അൺകോൺഷ്യസ് റെപ്പറ്റീഷൻ ആണ്. നമ്മൾ അറിയാതെ വീണ്ടും സെയിം സാധനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കർമ്മ. നമുക്ക് ആക്ച്വലി നമ്മൾ അതിനകത്ത് ഇമോഷൻസ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ആ തോട്ട്സ് നമ്മൾ ബ്ലൈൻഡായിട്ട് ചില തോട്ട്സ് ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നു, ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്നു, അൺകോൺഷ്യസ് റിപ്പറ്റീഷൻ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചില പാറ്റേണിൽ അവെയർ അല്ലാതെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. കർമ്മ സർവൈവ് ചെയ്യുന്ന അൺഅവെയർനെസ്സിലാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിയുന്നില്ല. നമ്മൾ കുറ്റം പറയുന്നതിൽ ഒരു കർമ്മ ഉണ്ടാകും നമ്മളിലേക്ക് വരുമെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇൻറ്റഗ്രിറ്റി അല്ല, നമ്മൾ എന്താ പറയുക, കള്ളം പറയുന്നു, അത് നമ്മളിലേക്ക് തിരിച്ചു വരും. നമ്മൾ ചിലരെ ബ്ലെയിം ചെയ്യുന്നു, കർമ്മയാണ്. റിപ്പീറ്റ് അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന അൺഅവെയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കർമ്മ. അതിപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിറ്റ്നസ്സിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ പാറ്റേൺ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു അഡ്വാൻസ് സംഭവമാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വിറ്റ്നസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കർമ്മ ഡിസോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ പാറ്റേൺ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുക. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന BOP ചലഞ്ച്, ദിസ് ഈസ് സെയിം. നമ്മൾ അവെയർ ആകുക എന്നുള്ളത്. ഞാൻ പറയുന്നത് എനിക്ക് കാർമിക് ഡെപ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊരു ശരിയായ കാര്യമാണോ ഞാൻ ഈ പറയുന്നത്? നമ്മുടെ പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ എൻ്റെ ഇമോഷൻ, എൻ്റെ പാറ്റേൺ നമ്മളൊന്ന് അവെയർ ആകുക. അതിനെ ജഡ്ജ് ചെയ്യേണ്ട, അതിൽ നിന്നും നിങ്ങൾ പുതിയൊരു ആക്ഷൻ എടുക്കേണ്ട, അത് മാറ്റാൻ ആദ്യത്തെ ലെവലിൽ നിങ്ങൾ ശ്രമിക്കുകയേ വേണ്ട, സപ്രസ് ചെയ്യുകയും വേണ്ട. ജസ്റ്റ് നിങ്ങൾ അറിയുക, ഐ സീ ദിസ്, ഞാനത് മനസ്സിലാക്കി, ഞാനത് അവെയറായി, ഇതങ്ങനെ അല്ല വർക്ക് ചെയ്യേണ്ടത്. ആ അവെയർനെസ് ഈസ് ബ്യൂട്ടിഫുൾ ടു ഡിസോൾവ് കർമ്മ. പഴയ കർമ്മ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ ആ അവെയർനെസ് ആദ്യത്തെ സ്റ്റേജായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് മാനിഫെസ്റ്റേഷനെ ബാധിക്കത്തില്ല എന്നാണ് അർത്ഥം. എങ്ങനെയാണ് വിറ്റ്നസ് ചെയ്യുമ്പോൾ കർമ്മ ഡിസോൾവ് ചെയ്യുന്നത്? ദ മൊമെൻറ്റ് യു വിറ്റ്നസ്, നിങ്ങളത് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇൻസൈഡിൽ ആ പാറ്റേൺ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും. ആ പാറ്റേൺ പിന്നെ ചെയ്യത്തില്ല. വിറ്റ്നസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്യുവർലി വിറ്റ്നസ് ചെയ്യണം. പ്യുവർലി വിറ്റ്നസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനകത്തല്ല. ആ അവെയർനെസ്സിൻ്റെ യു ആർ ഔട്ട്സൈഡ് ഇൻ ദ അവെയർനെസ്. നിങ്ങൾക്ക് പുറത്ത് നിന്ന് കാണാൻ കഴിയണം, ബോധ്യപ്പെടാൻ കഴിയണം, ബോധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ ബ്രേക്സ് എല്ലാം ബ്രേക്ക് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തു, ഇത് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എനിക്കുണ്ട്, ചെറിയ കാര്യത്തിന് ആങ്കർ ആവുന്ന ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ഉണ്ട്. റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ആങ്കറിൽ നിന്നും നമ്മൾ ഒരു കാര്യം ദേഷ്യം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കർമ്മ കണ്ടിന്യൂ ചെയ്യും. ഉറപ്പായിട്ടും ആ കർമ്മ തിരിച്ച് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ഇനി ആങ്കറിനെ സപ്രസ് ചെയ്ത് തന്നാലോ, കർമ്മ ഹൈഡ് ചെയ്യും. നമുക്കുണ്ട്, അത് നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചു, അത് തന്നെ നമുക്ക് ലഭിക്കും. വിറ്റ്നസ്സിങ് ആങ്കർ കർമ്മ ഡിസോൾവ്. എനിക്ക് ദേഷ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ പാടില്ല, ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പെരുമാറാൻ പാടില്ല. എനിക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ജസ്റ്റ് റിലീസ്, ആങ്കർ റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ പ്രവർത്തിക്കണേ അവിടെ കർമ്മ ഡിസോൾവ് ചെയ്ത്. ഇതാണ് വിറ്റ്നസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ആക്ഷൻസും നമ്മുടെ ചിന്തകളും ഒക്കെ നമ്മൾ എടുത്ത് നോക്കണം. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളാണ്, എൻ്റെ എനർജി സേവ് ചെയ്യുന്ന ആളാണ്, എനിക്ക് നല്ല വൈബ്രേഷണൽ ഫ്രീക്വൻസി വേണ്ട ആളാണ്, എൻ്റെ ഓറ എനിക്ക് ക്ലെൻസ് ചെയ്ത് വെക്കണം, എനിക്ക് ഒരു റിസീവിങ് മോഡിൽ ഇരിക്കണം. പക്ഷെ എൻ്റെ ഇമോഷൻ എന്താണ്? ഞാൻ ഏത് കർമ്മയിൽ നിന്നാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും കർമ്മ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ വിറ്റ്നസ് ചെയ്യേണ്ട, അവെയർ ആകേണ്ടുന്നത്?
നമ്മൾ എന്താണോ വിറ്റ്നസ് ചെയ്യുന്നത്, ഒരു കാര്യം നമ്മൾക്ക് ഈ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ അവെയറായി വിറ്റ്നസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ലൈഫിൽ അത് ആ ഒരു പാറ്റേൺ കൺട്രോൾ ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്യത്തില്ല. നമ്മളത് തിരിച്ചറിഞ്ഞു, അപ്പം അത് പിന്നെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ ഡിസോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ വിറ്റ്നസ് ചെയ്യാത്ത പാറ്റേൺ ആണ് നമ്മളിങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരും. വിറ്റ്നസ്ഡ് പാറ്റേൺ ലൂസ് ദ പവർ എന്നാണ് പറയുന്നത്. ക്ലിയർ? കർമ്മ ഒരു എഫേർട്ട് കൊണ്ട് ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് എൻഡ്സ് വെൻ അവയർനെസ് എൻഡേഴ്സ്. ഇത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന ബോധം എന്നിലേക്ക് വരുമ്പോൾ കർമ്മ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പക്ഷെ സമയം 9:30. എന്തു പറയുന്നു? അത് പറയണമോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമോ? പറയണം. ഓക്കെ, യെസ്. ദെൻ നമുക്ക് പോവാം. ഒരു 5 minutes കൂടെ നമ്മൾ എടുക്കും. ഫ്രീഡം ഫസ്റ്റ്, 7th പ്രിൻസിപ്പിൾ. ഫ്രീഡം ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഈസ് എ സൈഡ് എഫക്റ്റ്. ഫ്രീഡം ഫസ്റ്റ്. ആക്ച്വൽ ലിബറേഷൻ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചൊക്കെ ബോധ്യം, നമുക്കൊരു എന്താ പറയുക, നമ്മളെക്കുറിച്ചുള്ള അവയർനെസ് ആണ്. അതായത് മോസ്റ്റ് പീപ്പിൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കൂടുതൽ ആളുകളും ലാക്കിൽ നിന്നുകൊണ്ടാണ്, പ്ലേസ് ഓഫ് ലാക്കിൽ നിന്നുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഐ വിൽ ബി ഹാപ്പി വെൻ ഐ ഗെറ്റ് ദിസ്. ഇതെനിക്ക് കിട്ടിയാൽ ഞാൻ സന്തോഷമാകും. ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ആ ഒരു പ്രഷറും അറ്റാച്ച്മെന്റും ഫിയറും എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഫസ്റ്റ് ബിക്കം ഫ്രീ ഇൻസൈഡ്. ഉള്ളിൽ ആദ്യം നമ്മൾ ഫ്രീ ആകുക. മാനിഫെസ്റ്റേഷൻ നാച്ചുറൽ ആയിട്ട് സംഭവിക്കും. ദാറ്റ് മീൻസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാ ടോട്ടാലിറ്റിയും കൂടെ എടുക്കണേ. ഇതെല്ലാം കിട്ടിയാൽ ഞാൻ ഹാപ്പി ആകും, ഞാൻ ഫീൽ ഫ്രീ, ഫീൽ ഓക്കെ, പിന്നെ എൻ്റെ നീഡെല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഇതെല്ലാം ഇങ്ങനത്തെ തോട്ട്സ് നമ്മൾ ഒഴിവാക്കാം. ചേസ് ചെയ്യാതിരിക്കുക. യു സ്റ്റോപ്പ് ചേസിങ്, ഫോഴ്സിങ്, ഓവർ തിങ്ക്. ഇതൊന്നും ചെയ്യരുത്. എൻ്റെ പിറകെ പോകരുത്. ഓവർ തിങ്ക് ചെയ്യരുത്. വരുമോ വരാതിരിക്കുമോ, എന്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇതിൽ ഹോപ്പ് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്, ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും. ടു മച്ച് തിങ്കിങ് വേണ്ട. നമ്മുടെ എനർജി കാമാക്കി വെക്കുക, കോൺഫിഡൻ്റ് ആക്കി വെക്കുക, അതിന് ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ ലൈഫ് റെസ്പോണ്ട് ടു ദ ഫ്രീഡം. അവിടെ മാത്രമേ ലൈഫ് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ഫ്രീഡം റിമൂവ്. പുതിയങ്ങാടി നെച്ചന്റെ കൊടിയേറ്റാണ് ഡ്രസ്. ഓക്കെ, ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ഡെസ്പറേഷൻ ഫ്രീഡം ഇല്ലാതാക്കും. അതുപോലെ നമ്മുടെ കാംനെസ്സും, നമുക്ക് ഫ്രീഡം ഉണ്ടാകുമ്പോൾ കാംനെസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ക്ലാരിറ്റി ഉണ്ടാകും, നമ്മൾ ഹോൾനെസ് ഉണ്ടാകും, ഒരു ഫീൽ കംപ്ലീറ്റ്. ആ ഫീൽ കംപ്ലീറ്റ് ആണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് കൊണ്ടുതരുന്നത്. നമ്മൾ ഫീൽ ഹോൾ കംപ്ലീറ്റ് എന്നുള്ളൊരു ഫീൽ നമുക്ക് വേണം. വെൻ യു ആർ കംപ്ലീറ്റ് വിത്തിൻ, ലൈഫ് ഹാസ് സ്പേസ് ടു ഗിവ് യു മോർ. നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് കൂടുതൽ കിട്ടും. വെൻ യു ഡെസ്പറേറ്റ്ലി നീഡ് സമൺസ് അപ്രൂവൽ, ദേ പുൾ എവേ. അപ്രൂവൽ കേൾക്കുന്നു, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്തോ കുറവായതുകൊണ്ടല്ലേ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കുന്നത്, വാലിഡേഷൻ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഫിയർ ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് നമ്മളിലേക്ക് ഡിലേ ആക്കും, മാനിഫെസ്റ്റേഷൻ ഡിലേ ആക്കും. അപ്പം നമുക്ക് ഉള്ളിൽ ആ ഫ്രീഡം വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, അത് കിട്ടിയാൽ ഓക്കെ. ഇതെല്ലാം എന്നിലുണ്ട്. വൺ തിങ്, മാനിഫെസ്റ്റേഷൻ്റെ ഇറ്റ്സ് എ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്, ഐ ആം ഹോൾ ആൻഡ് കംപ്ലീറ്റ്. എനിക്കൊന്നും ലാക്ക്നെസ് ഇല്ല. ഏത് രീതിയിലാണോ ഞാൻ നിൽക്കുന്നത്, എനിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ ഹോളാണ്, കംപ്ലീറ്റ് ആണ്. ഇതില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പറ്റില്ല. ഇത് കിട്ടുകയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതെന്നിലേക്ക് വരും. ആ ഫെയ്ത്ത്, ബിലീഫ്, ഈ സംഭവങ്ങൾ നമ്മൾ ആരാണ് എന്നുള്ളൊരു മാനിഫെസ്റ്റർ ആണ് എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ 7th പ്രിൻസിപ്പിൾ പറയുന്നത്, ഫ്രീഡം പറയുന്നത്. സോ ദിസ് 7 പ്രിൻസിപ്പിൾ, പ്ലീസ് വർക്ക് ഓൺ ദിസ്. ഇന്നത്തെ കുറേ ഡീപ്പർ ലെവലിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ടാവും, വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് നമുക്ക് എടുക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സന്ധ്യ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഫീൽ ചെയ്യണോ? ഞാൻ ആ വ്യക്തിയായി മാറുക, ആ കാംനെസ് ഉള്ള, ആ ഫ്രീഡമുള്ള, ആ ഡിറ്റാച്ച്മെൻ്റ് ഉള്ള, ആ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിയാൽ മാത്രം മതി.
ഇപ്പൊ സന്ധ്യയ്ക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറുക. റൈറ്റ്? കിട്ടി മാഡം, കിട്ടി. യെസ്, മാറുക. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്ക് ഒരുപാട് ക്വരീസ് വരുന്നുണ്ട് പേഴ്സണലി. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ പേഴ്സണൽ മെസ്സേജസ് ഒരുപാട് പേരിടുന്ന ഒരു കാര്യമാണ്, ഒരു പ്രോഗ്രാം, ഡെയിലി വരുന്നൊരു പ്രോഗ്രാം ഉണ്ടാകുമോ നമുക്ക് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ജനുവരിയിൽ 2026 അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തു എന്ന് പലരും പറഞ്ഞു. സോ ഒരുപാട് പേരുടെ ആഗ്രഹം കൺസിഡർ ചെയ്തുകൊണ്ട് ഞാനൊരു 100 മാജിക്കൽ ഡേയ്സ് പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് മാത്രം മന്ത്ലി പേയ്മെൻറ്റ് ഇറ്റ്സ് ഫോർ ആ ഒരു പെയിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു പേയ്മെൻറ്റേ ഉള്ളൂ. അതിൽ 100 ഡേയ്സ് പ്രോഗ്രാം. ആ 100 ഡേയ്സ് പ്രോഗ്രാമിൽ നമ്മളുടെ ഒരു പ്യുവർ, നമ്മൾക്ക് ഈ പറഞ്ഞൊരു ഫ്രീഡം ലെവലിലേക്ക്, ഒരു പീസ്ഫുൾ ലെവലിലേക്ക്, ഒരു നമ്മുടെ ഉള്ളിലുള്ള പ്രോബ്ലത്തെ എല്ലാ സൊല്യൂഷൻ സെൽഫായിട്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സെൽഫായിട്ട് അവെയർ ആകാനുള്ള ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, ദെൻ നിങ്ങളുടെ പ്രോബ്ലം സൊല്യൂഷൻ, എവറിത്തിങ് യു വിൽ ഗെറ്റ് ഇൻ 100 ഡേയ്സ്. ആ 100 ഡേയ്സ് പ്രോഗ്രാം ഞാൻ ഉടനെ അനൗൺസ് ചെയ്യുന്നുണ്ടാകും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൻ്റെ സെഷൻസ് ജനുവരി 15 ആരംഭിക്കുകയാണ്. അടുത്ത ക്ലാസ്, പുതിയ ബാച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലൈഫ് കോച്ചിങ്ങിൽ ഇപ്പോൾ പഠിക്കുന്നവർക്ക് ആർക്കെങ്കിലും ലൈഫ് കോച്ചിങ്ങിൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ, ഒരു 3 സെൻറ്റൻസിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ പുതിയ ആർക്കെങ്കിലും ലൈഫ് കോച്ചിങ്ങിൽ വരണമെങ്കിൽ അവർ വരട്ടെ. ആർക്കെങ്കിലും ഒരു 3 സെൻറ്റൻസിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജേണി, ഇപ്പോഴത്തെ കറണ്ട് ബാച്ചിലുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്ക് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ, ഇനി കേൾക്കുന്നവർക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം തോന്നും. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പറയാമോ? യെസ്. ഞാന് സത്യം പറഞ്ഞാൽ മുമ്പൊക്കെ ലൈഫ് കോച്ചിങ് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞെങ്കിലും എനിക്ക് ലിസി മാമിന്റെ ഈ കോഴ്സിൽ വന്നപ്പോഴാണ് അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ വേ മനസ്സിലായത്. സത്യം പറഞ്ഞാൽ എനിക്ക് 7 വർഷം മുമ്പ് ഞാൻ ലൈഫ് കോച്ചിങ് പഠിച്ചെങ്കിലും ഇത്രയും ക്ലിയർ ആൻഡ് ക്ലാരിറ്റി എനിക്ക് ലഭിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ക്ലയൻസിനെ തന്നെ ലഭിക്കാൻ തുടങ്ങിയത്. ഈ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്കിപ്പം ഒരു പേഴ്സണൽ മെന്ററിങ്ങിന് വേണ്ടി തന്നെ 4 പേര് എനിക്ക് ജോയിൻ ചെയ്തു. അപ്പം ഇതൊക്കെ എനിക്ക് മാമിന്റെ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന്റെ കൊണ്ടാണ്. എനിക്ക് ഒത്തിരി ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഞാനിപ്പം ഫ്രീ ക്ലാസ് ഒക്കെ ഞാൻ വളരെ കുറച്ച് കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ കൂടുതലും ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഞാൻ മൂൺ മാനിഫെസ്റ്റേഷൻ ഫുൾ അതൊരു ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അപ്പം അതുപോലെ നമ്മുടെ ഡിസംബർ 31 ഞാൻ ഒരു 4 hours കണ്ടിന്യൂസ് ആയിട്ട് ഹീലിംഗ്, അതുപോലെ റിച്വൽസ് എല്ലാം കൊടുത്തു. അപ്പൊ ഇതൊക്കെ എനിക്ക് ലിസി മാമിന്റെ ആ ഇതിൽ ചേർന്നതിന്റെ ഒരു ഗുണമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ലിസി മാമിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് ലിസി മാമിന് വേണ്ടി അയക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ എന്റെ മച്ച്. സന്തോഷമാണ് ഈ ന്യൂ ഇയറില്. എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ട്. സത്യം പറഞ്ഞാല് ഇത്രയൊക്കെ പഠിച്ചെങ്കിലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഇമോഷണലായി, സോറി. ഇപ്പൊ പക്ഷെ എനിക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എല്ലാത്തിനും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് കറക്റ്റ് വേ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ലിസി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും ഒറ്റ ആൾക്കും കൂടി മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ? പ്ലീസ്. മാഡം, ഞാൻ ഒരു നെറ്റ്വർക്കറാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാനുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി എന്റെ കൂടെയുണ്ട്. അതിൽ മെജോറിറ്റി വീട്ടമ്മമാരാ. സത്യത്തിൽ ഞാനൊരു ലൈഫ് കോച്ച് ആവാൻ വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷെ ഒരു വീട്ടമ്മ, ഒരു ഭാര്യ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്ന് വരുമാനം ഉണ്ടാക്കാൻ വരുമ്പോ ഫേസ് ചെയ്യേണ്ട ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഒരു പുരുഷൻ ബിസിനസ് ചെയ്യാൻ വരുമ്പോ അവനെ ഭാര്യയും അമ്മയും സഹോദരിയും മക്കളും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വിടുമ്പോ, ഒരു സ്ത്രീ ബിസിനസ് ചെയ്യാൻ വരുമ്പോ ഈ പറഞ്ഞവരൊക്കെ അവളെ പുറകോട്ട് വലിക്കും. അതിൽ നിന്നുകൊണ്ടാണ് ഓരോ സ്ത്രീയും എന്തെങ്കിലും ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ തട്ടിത്തടഞ്ഞു പോകുന്ന ഒരുപാട് പേരെ കണ്ട സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ നമ്മളൊന്ന് മാറാൻ നോക്കുന്നുള്ള ഒരൊറ്റ ചെറിയ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കൊടുത്തപ്പോ കുറെ പേർക്ക് ഓക്കെ ആയി വന്നാണ് ഞാൻ അറിയാതെ ഞാനൊരു കോച്ചായിട്ട് മാറുകയായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല. അറിയാതെ എനിക്ക് 50 പേരായി, 100 പേരായി. അവർക്ക് ഇത് കിട്ടണം, അവർക്ക് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ഉള്ളിൽ തോന്നാണ്, ഞാൻ അതിനുള്ള ഒരു അതിനുള്ള ഒരു ബാക്കപ്പ് എനിക്കില്ല.
എനിക്കൊരു അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു ഗുരു എനിക്ക് വേണം. ഒരു ഗുരു ഇല്ലാതെ നമുക്ക് എനിക്കൊരു ശിഷ്യഗണത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ ലിസി മാമിനെ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് വന്നൊരു മാറ്റം എന്താന്ന് വെച്ചാൽ 3 വാക്ക് ഞാൻ പറയാം: കറേജ്, ക്ലാരിറ്റി, കോൺഫിഡൻസ്. ലിസി മാമിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതാണ്. കറേജ്, ധൈര്യമുണ്ട്. ധൈര്യമായിട്ട് എനിക്കിത് പറയാം, കാരണം ഒരു അതോറിറ്റിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് പഠിക്കുന്നത്. പിന്നെ എനിക്ക് കോൺഫിഡൻസ് വന്നു. യു ക്യാൻ, നിനക്ക് ചെയ്യുന്നത് ഓക്കെയാണ്. കാരണം അത് ചോദിക്കാനും പറയാനും ഒക്കെ ഒരാളുണ്ടെന്നുള്ളൊരു ഒരു ധൈര്യം. മറ്റൊന്ന് ക്ലാരിറ്റി, കൃത്യമായിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഓഗസ്റ്റില് ഞാൻ ലിസി മാമിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഞാൻ മാമിന് പേ ചെയ്യും, ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് മാമിന്റെ കോഴ്സിന് ഞാൻ പേ ചെയ്തത്. വെയിറ്റ് ചെയ്യാം, കോൾ കട്ടായി പോയത്. മേ ബി ചിലപ്പോൾ കോള് കയറി വന്നതായിരിക്കും സന്ധ്യയുടെ. യെസ്, മാമിന്റെ സോറി, ഒരു കോൾ വന്നതാണ്. മാമിന്റെ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്ത് പേ ചെയ്തതിൽ കൂടുതൽ മാം തന്ന കണ്ടന്റിൽ നിന്ന് ഞാൻ ഏൺ ചെയ്തു. അത് എന്നെ സംബന്ധിച്ച് ഏൺ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും മാം പറഞ്ഞ പോലെ ഒരു വലിയ ഗ്രീഡി ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. വിബി പറഞ്ഞ പോലെ തന്നെ അതിനും മാഡം ഒരു എന്താ പറയുക, ഒരു റോൾ മോഡലാണ്. കാരണം നമ്മള് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, ടു ദ വേൾഡ്. പി വിജയൻ സാറ് പറയുന്ന ഒരു വാചകം മാം കാണിച്ചു തരുന്നത്, മാം വാക്കുകൊണ്ട് പറയല്ല. ഞാൻ ഇവരെ രണ്ടുപേരും തമ്മിലൊന്നും തരംതിരിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും സാറ് വാക്കുകൊണ്ട് പറയുകയാണ് നമ്മളോട്. പക്ഷെ മാഡം ജീവിച്ച് കാണിച്ചു തരാണ്. ടു ദ വേൾഡ് നിങ്ങൾ ചെയ്യുക, ലോകം നിങ്ങൾക്ക് തിരിച്ചു തരും. എനിക്കും അത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്രീ ക്ലാസ്സസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായ 100, 200 കുഞ്ഞു പേയ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാമിന്റെ എന്റെ കമ്മ്യൂണിറ്റി കൊടുക്കുന്നു. അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരും എന്റെ വാക്കിലൂടെ ലിസി മാം, ലിസി മാം, ലിസി മാം എന്ന് ഓരോ സെഷനിലും ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സന്ധ്യ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ വേർഡ്സ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു ഗുരു പ്രകീർത്തിക്കപ്പെടുന്നത് ആ പോകുന്ന ആള് ഇന്ന ആളുടെ അടുത്ത് നിന്നും, ആ പോകുന്ന കുട്ടി ഇന്ന ആളുടെ അടുത്ത് നിന്നും പഠിച്ചതാണ് എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഒരു ഗുരുവിനുണ്ടാകുന്ന ഒരു ആനന്ദം ഇസ് ഇമ്മൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു യു ബോത്ത്. എല്ലാവരും ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ തന്നെ പറയും. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വാക്കുകൾക്കും പറഞ്ഞ വാക്കുകൾക്കും എല്ലാത്തിനും നന്ദി. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ വിൽ സീ യു നെക്സ്റ്റ് ഉബണ്ടു അവറിൽ. നമുക്ക് അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. അല്ലാത്തവർക്ക് നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് സൺഡേ അഹെഡ്. എല്ലാവർക്കും അതിമനോഹരമായ ഒരു സൺഡേ ആയിട്ട്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ചിരിക്കുക, സന്തോഷിക്കുക, ഹൃദയം തുറന്ന് ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ നന്മകൾ നമ്മുടെ ലൈഫിലുണ്ടാകും. നന്മകൾക്കൊക്കെ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നും നന്ദി വരട്ടെ. താങ്ക് യു വൺസ് അഗൈൻ. ബൈ. താങ്ക് യു മാം. Thank you. Thank you, ma'am. Thank you. Thank you.